ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്ക് ഇതുപോലുള്ള കൂട്ടായ്മയാണ് കേട്ടോ ഒരുമിച്ച് ഒത്തുകൂടാനും അതുപോലെ കലാപരിപാടികളിൽ പങ്കെടുക്കാനും ഓരോരുത്തരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുമായിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനും ഇന്ന് എൻ്റെ ഫാമിലി എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. സെൻറ്റ് ബിയോണി സ്റ്റാർസ് എന്ന ഒരു കൂട്ടായ്മയാണ് കേട്ടോ. അത് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷ പരിപാടിയാണ് കേട്ടോ ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ കുട്ടികളുടെ അമ്മമാരുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും എല്ലാം ആയിട്ട് നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അമ്പിളി ടേസ്റ്റ് ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പള്ളിയുടെ ഹാളിലാണ് കേട്ടോ ഇത് നടത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് ബിയോണി സ്റ്റാർസ് വെൽക്കം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഓടിയത് കാരണം ചെറിയൊരു കിതപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഹാളിലോട്ട് പോവാം. ഇവിടെ പിള്ളേരുടെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ സോജൻ ചേട്ടനെ കണ്ടുട്ടോ. ചെറിയ പിള്ളേരുടെ പ്രാക്ടീസാണ് കേട്ടോ പരിപാടിക്ക് മുന്നേ. അങ്ങനെ സോജൻ ചേട്ടനെ കണ്ടോ? സോജൻ ചേട്ടാ കയറാം. ചായപ്പം കുഴിക്കാരി അല്ലേ? നമ്മുടെ ചായപ്പം കുഴിക്കാരി. ഞാൻ ഇത് റീൽസ് കാണാറുണ്ട്.
ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സെന്റ് സാർസിന്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇവിടെ വിശിഷ്ടാതിഥികളായി വന്ന വ്യക്തികൾക്ക് ആദ്യമേ സ്വാഗത പ്രസംഗം നടത്തുകയാണ്. ഡോക്ടർ ഫാദർ ബാബു പാനാട്ടുപറമ്പിലിന് സെന്റ് സാർസിന്റെയും എന്റെയും വക പ്രത്യേകം സ്വാഗതം രേഖപ്പെടുത്തുന്നു. ലാറ്റിൻ ഇടവക വികാരി പോൾ സണ്ണി എത്തിപ്പെട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും സ്വാഗതം പറയുന്നു. പിന്നെ പ്രത്യേകം വിശിഷ്ടാതിഥിയായി വന്ന അലീഖിന്റെ പ്രസിഡന്റ് ബെന്നി വെട്ടാലിന് സ്വാഗതം. അടുത്തതായിട്ട് HCA പ്രസിഡന്റ് ദാസ് തച്ചപ്പള്ളി സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെന്റ് സാർസിന്റെ പ്രസിഡന്റ് നമ്മുടെ ബിനോയ്ക്ക് പ്രത്യേകം സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പിന്നെ അടുത്തായിട്ട് പ്രത്യേകം പറയേണ്ടത് അജു ചേട്ടനാണ്. നമ്മുടെ ക്രിസ്മസ് പാർട്ടിയായിട്ട് ഇവിടെ വന്നിട്ട് അജു ചേട്ടന് വേണ്ടിയിട്ട് പ്രത്യേകം സ്വാഗതം പറഞ്ഞു. എല്ലാവരും ഒരു ബലൂൺ പെട്ടില്ല. അടുത്തായിട്ട് സ്വാഗത പ്രസംഗം നടത്തുമ്പോൾ പ്രത്യേകം ഒരുപാട് സംഘടനകളുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. OICCയുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈപ്പൊക്കുക. പ്രത്യേകം സ്വാഗതം രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വിശിഷ്ട വ്യക്തികളെ, സെന്റ് സ്റ്റാഴ്സിൻ്റെ പ്രത്യേക ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ബിനോയ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2023 വിട പറഞ്ഞ് 2024 പ്രവേശിക്കാൻ നമ്മളിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു നല്ല ദിവസം ഇവിടെ ഇങ്ങനെ സൗഹൃദ ഒരു കൂട്ടായ്മ വിളിച്ചുകൂട്ടി റോമിൽ പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടായ്മകളെയും ഒരുമിച്ച് ചേരാൻ ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ നിങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ഞാൻ താമസിക്കുന്നത് അനസ്താസിയ പള്ളിയിലാണ്. അനസ്താസിയ പള്ളിയുടെ തൊട്ടടുത്ത് ചിർക്കോ മാസിമോ എന്ന് പറയുന്ന 2000 വർഷം പഴക്കമുള്ള റോമിലെ പ്രസിദ്ധമായ ഒരു പഴയ സ്റ്റേഡിയത്തിന്റെ ബാക്കിയുണ്ട്. ഇന്ന് പാതിരാത്രിയിൽ ഒരുപക്ഷെ റോമിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷം അവിടെയാണ്. അവിടെ വലിയ ഒരു സ്റ്റേഡിയം കെട്ടിയൊരുക്കി സൗഹൃദ മനസ്സുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങൾ എൻ്റെ തൊട്ടടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ എസ്താത്തിയുടെ സമയത്ത് അവിടെ പല പരിപാടികളും നടന്നിട്ടുണ്ട്. 80,000 പേര് വരെ പങ്കെടുത്ത വലിയ പ്രസിദ്ധമായ കോൺചെർട്ടോ അവിടെ ആ സ്റ്റേഡിയത്തിൽ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അരങ്ങേറിയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ടിരുന്ന അവിടുത്തെ ഒരു പ്രത്യേകത, അതൊക്കെ ടിക്കറ്റ് വെച്ച് ആളുകളുടെ പ്രവേശനം നിയന്ത്രിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് അവിടെ ഈ അവധിക്കാലത്ത് നടന്നത് മുഴുവൻ.
ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൊത്തവും നമ്മുടെ ഉദ്ഘാടകനായ ബാബുവച്ചൻ പറഞ്ഞു കഴിഞ്ഞു. പ്പോൾ അദ്ദേഹവും ഇത് തന്നെയാണ് പറഞ്ഞത്. അതിനെന്താ ബിനോയ്, നമുക്ക് വന്ന് വലിയ വിജയമാക്കി പരിപാടിയിൽ പങ്കെടുക്കാമെന്ന്. അതുപോലെ കാപ്പത് റോമയുടെ പ്രസിഡന്റ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരുന്ന നമ്മുടെ സ്വന്തം കണ്ണൂരുകാരനായ നമ്മുടെ സ്വന്തം അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി, സോറി കേട്ടോ, ആൽബി അച്ഛൻ, ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ്, ലയൺസ് ക്ലബിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് നമ്മുടെ ജോമോൻ, പിന്നെ കനായന ആടെ പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞു. ഉദ്ഘാടകനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട റെവറൻ ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സെമ്പിയോണെ സ്റ്റാർസിന്റെ സാരഥി ശ്രീ ബിനോയ് കരവാളൂർ, അതുപോലെ തന്നെ ഹിന്ദു വേദിയുടെ സാരഥിയായ ശ്രീ ശിവദാസ്, അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പാപ്പ ശ്രീ അജു, വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്ന് ഇങ്ങനെ ഒരു ദിവസം നമ്മൾക്ക് ഒത്തുകിട്ടിയത് ശരിക്കും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം 31 അപ്പോ നമ്മൾക്ക് അത് സൺഡേ ആയി കിട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ജീവിതത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഗൃഹാതുരത്വം, പ്രവാസം ഒരു വിരഹമാണെന്നാണ് പറയുക. ഉറ്റവരെയും ഉടയവരെയും, അപ്പോൾ അതിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളിൽ നിന്നൊക്കെ അകന്ന് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം, അതുപോലെ തന്നെ മനസ്സിന് കിട്ടുന്ന ഒരു കുളിര് എന്ന് തന്നെ പറയാം. അത് വലിയൊരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു വികാരമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന വേദികള് പരമാവധി സന്തോഷകരവും സമാധാനപരവുമായി ആഘോഷിക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അലീക്കിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ സെന്റ് ജോർജ് സ്റ്റാർസ് അലീക്കിനെ ക്ഷണിച്ചതിൽ ഞാൻ അവരോട് എന്റെ നന്ദി അറിയിക്കുകയാണ്. ഞാനും സെന്റ് ജോർജ് കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. പിന്നെ സെന്റ് ജോർജ് സ്റ്റാർസിനെ പറ്റി പറയുകയാണെങ്കിൽ സെന്റ് ജോർജ് സ്റ്റാർസ് വളരെ പഴക്കം ചെന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ്. ഇത് സെമ്പിയോണെ എന്ന എത്തിയത് ഞങ്ങളെ കുറച്ച് നേരത്തെ ക്ഷണിച്ചിരുന്നതിലും കൂടിയിട്ട് ഇവിടെ എത്താൻ വൈകി. അപ്പൊ ഞങ്ങളെ എല്ലാവരും പേര് തെറ്റിച്ചാണ് പറയുന്നത്. ഹിന്ദു കൾച്ചർ അസോസിയേഷൻ ആണ് ഞങ്ങളുടെ സംഘടനയുടെ പേര്. സനാതന ധർമ്മ വിശ്വാസികളെ ഒന്നിച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. അതുകൊണ്ട് നമുക്ക് ഈ റോമിലുള്ള നമ്മളെ കൊണ്ടാവുന്ന സംഘടനയെ കൊണ്ടാവുന്ന ജാതി മത ഭേദമന്യേ ആർക്കാണ് ഒരു ആപത്ത് വരുന്നത് അവരെ സഹായിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ അസോസിയേഷൻ കരുതിയിട്ടുള്ളത്. കഴിഞ്ഞ ഹിന്ദു കൾച്ചർ അസോസിയേഷൻ്റെ വാർഷികമെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ പുറത്തേക്ക് സാധനങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത് നമ്മുടെ സെമ്പിയോണ സ്റ്റാർസിൻ്റെ കുറച്ച് മെമ്പർമാർ വന്നിട്ട് പറഞ്ഞു, ചോറുണ്ടോ, ബാക്കി ഒരാൾ നമ്മുടെ മലയാളി ഭക്ഷണം കഴിക്കാതെ പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ വളരെ ആവശ്യം നിലയിലായിട്ടുള്ളൊരു ജോസഫ് എന്നുള്ള പേര്. അപ്പോൾ നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ആ തിരക്കിലായിരുന്നു. അന്നാണ് സെമ്പിയോണ സ്റ്റാർസിൻ്റെ മെമ്പർമാരോട് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന് ചെന്ന് കണ്ടപ്പോൾ വളരെ ദയനീയാവസ്ഥയാണ്, നാട് ഒരിക്കലും കാണില്ല എന്നുള്ളൊരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പറഞ്ഞേക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഹിന്ദു കൾച്ചർ അസോസിയേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ തന്നെ സെമ്പിയോണ സ്റ്റാർസിലെ വിനീതമായ മെമ്പർമാരെ അറിയിച്ചു. അവർ അദ്ദേഹത്തിനെ കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ കൊടുത്ത് ഇവിടെ മുതിർന്ന ഒരു നമ്മളിവിടെ വന്ന മുതൽ, ഞാൻ വന്നിട്ട് 14 വർഷമായിട്ടുള്ളൂ, ഇവിടെ വരുന്ന കാലം മുതൽ നമ്മൾ ഓർമ്മ വെച്ചൊരു സംഘടനയാണ് അലിക്ക്. അപ്പോൾ ആ അലിക്ക് മെമ്പർമാരെ അതിൽ ഏർപ്പെട്ടത് കൊണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു സംഘടന ആയതുകൊണ്ട് ആ കാര്യത്തിൽ ടിക്കറ്റ് കൊടുത്ത് നമ്മളതിന് ഒഴിവാകുന്നുണ്ടായത്. അപ്പോൾ ഇവിടെ നമ്മളെ വിളിച്ച ഇതിൻ്റെ സെമ്പിയോണ സ്റ്റാർസിൻ്റെ സംഘാടകർക്ക് ഹിന്ദു കൾച്ചർ അസോസിയേഷൻ്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ സഹോദരത്വത്തോടു കൂടി നമ്മുടെ റോമിലെ എല്ലാ സംഘടനകളെയും ഒരുമിച്ച് ഈ വേദിയിൽ ഇണക്കിക്കൊണ്ട് ഇവിടുത്തെ നിയമത്തിന് അനുസരിച്ചുകൊണ്ട് നമ്മൾ ഓരോ സംഘടനകളും മുന്നോട്ട് ഇനി ഇവിടെ
എത്തിച്ചേർന്ന എല്ലാ ചെമ്പോണയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ആദ്യമായിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുന്നു. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഒരു നന്ദി പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ റൂമിൽ പലരും പല ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഫിക്സ് ജോലിയുണ്ട്, പകരം ജോലിയുണ്ട്, പാർട്ട് ടൈം ഉണ്ട്. എനിക്കിപ്പോൾ ഈ കിട്ടിയ വേഷം എന്നല്ല, ഒരു സ്റ്റേജ് എനിക്കൊരു പകരം ജോലിയായിട്ടാണ് കാണുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സിജി ചെയ്യേണ്ട ഒരു വേഷമാണ് എനിക്ക് കിട്ടിയത്, അല്ലാണ്ട് ഇത് മുൻകൂട്ടി പറഞ്ഞതല്ല. അപ്പം ആദ്യം ഞാനൊരു നന്ദി പറയുന്നത് സിജിക്കാണ്. ഇങ്ങനെ ഒരു വേഷം എന്നല്ല പറയുക, ഒരു സ്റ്റേജ് എനിക്ക് തന്നതിൻ്റെ പേരിൽ. പിന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ, ഇപ്പം എല്ലാവരും ഭക്ഷണത്തിൻ്റെ സമയമാണ്, ഒറ്റ വാക്കിൽ ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. കൃത്യമായ തീയതി ഉറപ്പിച്ച് ലോകം മുഴുവൻ ആഘോഷിക്കുന്നതിനോടൊപ്പം അടുത്തടുത്ത് വരുന്ന 2 തീയതികൾ കൂടിയാണ് ക്രിസ്മസും പുതുവത്സര ദിനവും. ഇവ രണ്ടും പുത്തൻ ഉണർവിൻ്റെയും പ്രതീക്ഷകളുടെയും ദിനങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന റവറൻ ഫാദർ ബിജു ബാബു പാനാട്ടുപറമ്പിൽ അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളുടെ മുഖ്യ പ്രഭാഷകനായി നമുക്ക് ഇന്നിവിടെ നല്ലൊരു സന്ദേശം നൽകിയ, അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പരസ്പര സ്നേഹത്തോടെയും സഹായത്തോടെയും ഉള്ള മനോഭാവത്തോടെ ഇടപെടണം, ആ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണമെന്ന് നമുക്ക് നല്ലൊരു സന്ദേശം തന്ന നമ്മളുടെ അലിക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ബെന്നി വെട്ടിയാട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമുക്കിവിടെ ആശംസ അറിയിച്ച ഹിന്ദു കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ശിവദാസ് സാറിന് ഞാൻ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയാനുള്ളത് നമ്മളുടെ അധ്യക്ഷനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മളുടെ സെന്റ് ജോൺസ് ക്ലാസിന്റെ പ്രസിഡന്റ് ശ്രീ ബിനോയ് കരവാളൂരിനാണ്. അടുത്തത് നമ്മളുടെ ക്രിസ്മസ് പപ്പാനി, നമ്മളുടെ ഇവിടെ പിള്ളേരെയൊക്കെ ഹരം കൊള്ളിച്ചുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒരു ഉണർവ് നൽകിക്കൊണ്ട് ആദ്യമേ തന്നെ നല്ലൊരു ആവേശത്തോടു കൂടി ഇവിടേക്ക് കടന്നു വന്ന നമ്മളുടെ പപ്പാനിക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ആഘോഷം താളം പൂരം കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും ഇനിയാകെ ഒരു വർണ്ണം ഇനിയാണ് കാണാൻ സന്തോഷത്തിൻ നിളം എന്നാണ്. എന്റെ കത്തിൽ വന്ന നേരം മനമാകെ ഒരു ജീവൻ ഇനി മണ്ണും നീക്കം ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും ഇനിയാകെ ഒരു വർണ്ണം ഇനിയാണ് കാണാൻ സന്തോഷത്തിൻ നിളം എന്നാണ്. എന്റെ കത്തിൽ വന്ന നേരം മനമാകെ ഒരു ജീവൻ ഇനി മണ്ണും നീക്കം ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. Bon 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 Natale, bon Natale, bon 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 Natale, bon